ഹായ് ഫ്രണ്ട്സ് മക്കളെ വലിയമ്മ എന്താ കോംപ്ലക്സ് തിന്നോണ്ട് പൊന്നു മക്കളെ പാലിൽ അത് അലിഞ്ഞിക്കിടയിൽ അത് തിന്നാണ് കേട്ടോ. വലിയമ്മക്കും പല്ലില്ല, എച്ചും പല്ലില്ല, രണ്ടാളും പേരക്കുട്ടിക്കും പല്ലില്ല. ഞാൻ അത് കഴിച്ചാൽ നിൽക്കണം. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കോംപ്ലക്സ് നല്ല രസമുണ്ട്, എനിക്കിഷ്ടമാണ് കേട്ടോ കോംപ്ലക്സ്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും കൊടുന്ന ആരെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാനും അതിനടുത്ത് തിന്നാറുണ്ട് തരുക്കെ. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. അതൊക്കെ ഇഷ്ടമാണ്. അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. സുലാറുമാറ് ഒരുമാതിരി ചെറിയതാ. ഇഷ്ടപ്പെട്ടോ അരുമ? എങ്ങനുണ്ട്? എങ്ങനെയുണ്ട്? ആ എങ്ങനുണ്ട്? അതിൻ്റെ സൂപ്പർ. വലിയമാന ഈ മുഖത്ത് ഇവിടെ എന്തോ കടിച്ചിട്ടുണ്ടോ? അവിടെ നല്ലതുണ്ട്. ചൊറിച്ചിൽ ഇപ്പോഴും ഉണ്ടോ? കടന്നിട്ട് കൊത്തിയാലേ കറളോനും അല്ല ഈ ആര്യവേപ്പിലല്ലേ, ആ കഴിച്ചിനേപ്പിൻ്റെ മഞ്ഞൾ അരച്ചിട്ടാൽ മതി, ഈ വിഷാംശമൊക്കെ പോവും. കറളോനൊക്കെ അടിച്ചിട്ട് കറളോനെ അവിടെ കിട്ടാനും സൂഴ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ കോംപ്ലക്സ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, വളരെ ഹെൽത്ത് സാധനം കേട്ടോ. എല്ലാവരും കുട്ടികൾക്ക് വെച്ച് കൊടുത്തോളൂ. ഞാൻ ജാമുജൂമെന്ന് ഒന്നിട്ട ഒന്ന് ഫ്രീ ഞാൻ വെച്ചത് കേട്ടോ. ഓഫർ ഉണ്ടായപ്പോഴേ, അല്ലാതെ ഇപ്പോൾ ഞങ്ങളെങ്ങനെ ഇതൊക്കെ വെച്ച് തന്നല്ലോ. വലിയമ്മ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് തിന്നതിൻ്റെ പരിചയമുണ്ട്. അപ്പം പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്തോ. സുന്ദരി വല്യമ്മ മോമക്കനടിച്ചതാണ്. കുതിർന്നിട്ടില്ല, തിന്നാൻ വെക്കൂലല്ലോ. അത് ഇതിൻ്റെ മാതിരിയാണ്, കോരത്തോടിൻ്റെ അരി എഴുത്തുക്കൾ വെച്ചളേ. അങ്ങനെ തലി അവിടെ കൊറ്റും. അപ്പം മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാലിൽ ചേർന്നിക്കണത് എടുത്തോ, അത് കുടിച്ചോളി. വേണ്ട ഇത് മതി. വെമ്പറന്നോളെ അത് കുടിച്ച വെമ്പറന്നോളെ നല്ല സാധനമാണ്. കുളിക കുടിച്ചാലേ ഞങ്ങൾക്ക് കുളിക എന്തായാലും ഞാൻ കുടിച്ചു, അങ്ങനെ കുടിച്ചിട്ടല്ല. പിന്നെ അങ്ങനെ മാറുകൾ ഇവിടെ എന്താ നല്ല ചൊറിച്ചിലുണ്ട്. എന്താ കടിച്ചു എന്നാവോ? ആ പൊന്തിക്കൂടിയും കാട്ടിക്കൂടിയൊക്കെ നടക്കണല്ലേ. ഒലക്ക എത്ര വലിയ കുത്തിയതോ? വേട്ടാളം കുത്തിയിട്ടുണ്ടാവുന്ന അവിടെ എന്തേലും ബെറ്റിലെന്തേലും ഒക്കെ തട്ടിക്കൊട്ടേണ്ടത്. ആ കട്ടിലോട്ടിൽ കുറേ സാധനങ്ങളില്ലേ ഇനി കണ്ടതൊക്കെ, അതേ കാര്യം മാറാലേ എന്തേലും ഇതും കാരണോ നല്ല ഇങ്ങോട്ട്. ഇനി കുറച്ച് ഷുഗർ ഉണ്ടെങ്കിൽ വേണം ഷുഗർ. മധുരം വല്ലാതെ കുറക്കണം. മല ചൊറ്റി മണിക്ക് കരിതല്ലേ, മല പൊന്നും കത്തക്ക് മരുന്നല്ലേ, ലക്ഷ്യത്താലി മല കുത്തി മല പൊന്നൂന് ഇത്തിരി മതി, വല്ലാതെ കുത്തണ്ട മത്തിരി മല കുത്തി. അങ്ങനെ കൊഞ്ചിയാണ് വലിയമ്മണി. വല്യമ്മക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. വല്യമ്മക്ക് ഐസ്ക്രീം അതുപോലെ കോംപ്ലക്സ് ഇതൊക്കെ ഇഷ്ടമാണ്. എന്താ ചുറ്റൂല വെച്ചു. സുന്ദരി വല്യമ്മയാണ് നമ്മളെ, സുന്ദരി വല്യമ്മയാണ് മക്കളെ.
നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. നമ്മളെ കുട്ടിക്കുറുമ്പിയൊക്കെ തിന്നും. ഒരു കുത്തുകാലത്ത് തിന്നലുണ്ടോന്നാ കുട്ടികൾ. എന്നാൽ കുറച്ച് കൊടുക്കാം. കുട്ടികൾക്ക് ജംസ് മിഠായി കൊടുത്തു. എൻ്റെ ബാഗിലുണ്ടാവും. കുട്ടികൾക്ക് മിഠായി മേടിച്ചാൽ മക്കളെ, ജംസ് അതേപോലെ കൊലമിഠായി. എൻ്റെ അമ്മോൻ്റെ കുട്ടികൾക്ക്. നമ്മൾ വൈദ്യുതികൾക്ക് വലിയപ്പോൾ ഭാഗിച്ച് നല്ലോണം ഉണ്ടായിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അനാർ തൈ കേട്ടോ. അനാർ തൈ നമ്മൾ തിന്നാൻ കൊടുത്തത് അവിടെ കേട് വന്നത് കുഴിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മളെ തുളസി, ഇന്നലെ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിരുന്നു മക്കളെ. പെട്ടെന്ന് ലൈവിൽ വന്നപ്പോഴും ഇത് മറ്റേ സ്ലോ ആയി കേട്ടോ. സൗണ്ട് സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് കൂട്ടാൻ പതിനീങ്ങളടക്കം വിളിക്കേണ്ടി വന്നു. അപ്പം പെട്ടെന്നത് നേരായി, നമുക്ക് കാര്യമുണ്ട് മക്കളെ. അപ്പം അനാർത്തെ ഈ മൂട്ടിലും രണ്ടെണ്ണം കേട്ടോ. ഇത് നമ്മളെ പട്ടർകുട്ടന്. പിന്നെ നമ്മൾ പയർ നട്ടതാ. ചീരൻ്റെ ഇലക്കെ ഇപ്പോൾ ഈ ജന്തുക്കൾ തിന്ന് കഴിഞ്ഞു മക്കളെ. ഇത് നമ്മളാ ഇറാനി വത്തക്കട വിത്ത് പാകിയതാണ്. ഇത് വിക്സ് തുളസി. ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ആ മൂക്കിൻ്റെ ആ തുമ്പത്തൊന്ന് വെച്ച് ഒന്നും കെട്ട് നേരെ അങ്ങോട്ട് ശ്വാസം വലിച്ചാൽ മതിട്ടോ. ജലദോഷമൊക്കെ പമ്പ കിടക്കും പൊന്നു മക്കളെ. എല്ലാ ഔഷധച്ചെടിയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാഴ്ചയും കൂടെ കാണിക്കാനാണ് അപ്പോൾ വന്നത്. നമ്മളെ നീലാംബരി ഉണ്ടല്ലോ, നീലാംബരിയുമ്പോൾ ഒരു ഫ്ലവർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും അറിയാമത്? അവിടെ നോക്കാം, ചെറിയൊരു ഫ്ലവർ എന്ന് വെച്ചാൽ റോസ് ഫ്ലവറാണ് ഉണ്ടായിരിക്കണം കേട്ടോ. എനിക്കിതൊന്നും അറിയാൻ പറ്റുന്നില്ല. കണ്ട് നോക്കാം, കുഞ്ഞു ഫ്ലവർ. ഇത് കാലിക്കറ്റ് കോഴിക്കോട്ട് നിന്ന് കൊടുന്നതാണ്. എൻ്റെ സജിത്ത ഏറ്റി കൊടുന്നതാണ് എൻ്റെ പൊന്നെ അവിടുന്ന്, അവരെ വീട്ടിൽ നിന്ന്. എനിക്ക് വേണം നീലാംബരി, എനിക്ക് നീലാംബരി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പാവം സജിത്ത. അതിൻ്റെ നമ്പറൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. സജിത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സെലു കിച്ചൺ വളപുരത്തിനെ വിളിക്കുക. നമ്മളെ കൂർക്കച്ചെടി മനോഹരമായിട്ടുണ്ടായി അല്ലേ. നമ്മളെ കുമ്പളങ്ങതാ, കുമ്പളം ചുരുളായല്ല, ഗരയായല്ല, ചുരുളി എന്താ ഫംഗസ് ഉണ്ടായിട്ടാണോ? പിന്നെ നമ്മൾ മക്കളെ മഴമറി കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ? ഒരു മഴമറി ഉണ്ടായിരിക്കുന്നു എൻ്റെ പൊന്നെ. ഇതാ നമ്മളെ മഴമറിക്കുട്ടൻ. പിന്നെ നമ്മളെ കുഞ്ഞിക്കാന്താരി. ഇത് ഇത്ര കുഞ്ഞാ സാധനമാണെങ്കിലും ആൾ ഭയങ്കര കാന്താരിയാണ് കേട്ടോ. ഇത് കണ്ടോ, വൈറ്റ് കാന്താരിയായി മാറിക്കണ്. വെയിലിൻ്റെ ചൂട് കൊണ്ടാകെ നല്ല പച്ചയായിരുന്നു, നല്ല ക്രീം കളർ പച്ചയായിരുന്നു. ഇതിപ്പോൾ ആറ്റ് നോറ്റൊന്ന് പൂവൊക്കെ ഉണ്ടായിക്കണത് മുന്തിരി മുളകാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട അതിൻ്റെ തട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാ ഇതുമ്പോൾ പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ചെടിയാണ്. ഇത് സജിത്ത് കൊടുന്നതാണ്. പിന്നെ നമ്മളെ പെർമി ഉണ്ടല്ലോ, പെർമി, അതിന് ഫ്ലവർ ഉണ്ടായിക്കണമെങ്കിൽ റോസ് ഫ്ലവർ, ഇല റോസ് ഫ്ലവർ അല്ലേ കാണാൻ. ഇത് മക്കളെ ഏത് ബുദ്ധിയില്ലാത്ത കുട്ടികൾക്കും ഇതങ്ങോട്ട് തേനിലൊരു ചാലിച്ചിട്ട് വെറുവയറ്റിലത് കൊടുത്തു നോക്കി, പൂത്തി താഴ്ന്നടുണ്ടാവും. ഇത് നമ്മളെ ചീര എത്ര വെട്ടി, ഇതൊക്കെ ഓട്ട തുളച്ചിക്കണല്ലേ, ആ പുൽപ്പോത്തന്നാണ്. ഇത് നമ്മളെ ഫാഷൻ ഫ്രൂട്ട്. ഇത് അടിപൊളി ഫാഷൻ ഫ്രൂട്ടാണ്. മഞ്ഞയാണ് ഈ ഫ്രൂട്ട് കേട്ടോ. നല്ല മധുരം ഏറിയ പഴമാണ്, അതാണിത്. പിന്നെ നമ്മളെ കുറേ തൈകൾ വാങ്ങിയിട്ടോ. ഇത് നമ്മളെ കുമ്പളം തൈയാണ്. ഇത് നമ്മളെ ഒക്കെ പച്ചമുളക് തൈയാണ് കേട്ടോ. പിന്നെ 10 മണി, പിന്നൊക്കെ വേറെ വേറെ കൃഷി. ഇവിടെ മൊത്തം കാശിത്തുമ്പങ്ങൾ നട്ടിട്ടായിക്കാണ്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊന്നെ. വേപ്പിൻ തൈന് കുറച്ച് പച്ചക്കറി ഇതൊക്കെ കൊണ്ടുപോയിട്ടിട്ട് മൊത്തം ഇതിൽ 2 ഇതുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ചെറിയൊരു മരത്തും അപ്പോൾ ഹൈറ്റ് കൂടി വരുന്നുണ്ട്. ഇത് നമ്മളെ പച്ചിമുളക് പാകിയതാണ് കേട്ടോ. പാറിയതല്ല, പാകിയതാണ്, സോറി, മിസ്റ്റേക്കൊക്കെ വരും, മനുഷ്യന്മാരായി പോയതാണ്.
അതാണ് അതിൻ്റെ തൈയാണ് കേട്ടോ. പിന്നെ ഞാൻ റോസാക്കൊമ്പ് ഒരു കുഴിച്ചിട്ടാണ്. അതിന്മേലെ ഒരു മുട്ടുണ്ട് പൊന്നു മക്കളെ, ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചില്ല മുട്ടുണ്ട്, ചിന്ന മുട്ട് എന്ന് പറയും. ഒരുപാട് സാധനങ്ങളുണ്ട് എൻ്റെ പൊന്നേ. ആ വൈറ്റ് റോസ് നോക്കാം നിങ്ങൾ, എന്ത് മനോഹരമായിട്ട് പൂവിട്ടിക്കണ നോക്കിയേ, അടിപൊളിയല്ലേ. ഇല റോസ് ഇതാ. ഇതിൽ കൂടുതലായിട്ട് മുളക് തൈയാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ. പിന്നെ നമ്മളെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്കറിയോ, ഇതാണ് ആ ഓല. ഇത് വിത്ത് പാകിയിട്ട് വേണം, അത് വിത്ത് ഇങ്ങോട്ട് ഇതായി ഉണ്ടാവും. മറ്റേ പറയാ ഏത് ഒരു മല്ലിയോല അറിയും, അതിനേതാ ആഫ്രിക്ക മല്ലിയോല അതാണെന്നറിയില്ല. എൻ്റെ പൊന്നെ ഇവിടെ കുറേ സാധനമാണോ. പോതീനച്ചപ്പൊക്കെ പോയി എൻ്റെ പൊന്നെ, അങ്ങോട്ട് നോക്കിയേ. അപ്പം ഇന്നലെ പുറത്തൊന്നും പോയില്ല, ഇന്നലെ മൊത്തം കടന്നുറങ്ങല. ഒന്നുറങ്ങി വീച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കണ്. അതാ ഇപ്പം എൻ്റെ സ്വഭാവം. എന്ന് വെച്ചാൽ ചൂടൊട്ടും എനിക്ക് കംഫർട്ടല്ല. ഇവിടെ പപ്പായ തൈ ഒക്കെ ഉണ്ടായിക്കണതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പൊന്നെ. ഇതൊക്കെ എങ്ങനെ ഇവിടെ ഉണ്ടായാൽ തന്നെ ഇതൊന്നും അല്ല വലിമ. ഈ പപ്പായ തൈയൊക്കെ പൊട്ടിച്ചിടല്ലേ, ഇവിടെ വേണോ? പപ്പായ തൈയൊക്കെ ഉണ്ടായിക്കണു, വേണോ? ആ മഴച്ചുമ്പോൾ ഒക്കെ അടുത്ത കുച്ചിടായിട്ടാ, പറമ്പ് കൊണ്ടുപോയി കുച്ചിട്ടാൽ മതി. അപ്പം മക്കളെ, അങ്ങനെയുള്ള ചെടിത്തോട്ടങ്ങളും പൂത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോളിങ്ങൾ കേട്ടോ. ഇത് ഏത് റെഡ് കാശി തുമ്പേനറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഒക്കെ ഓട്ട തുളച്ചിക്കണ്. ആ ഓട്ട തുളച്ചതൊക്കെ നമുക്കൊന്നത് പൊട്ടിച്ച് മാറ്റി കൊടുക്കുക. രാവിലെ പൂന്തോട്ടത്തിൽ വന്നിട്ട് വരെ അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ആ ജനലും തുറന്നിട്ടാണ് ഇരിക്കുമ്പോൾ എന്താ വെച്ചിട്ട് ഇന്ന് ഞാൻ സുബൈക്ക് നേരത്തെ നീച്ചിട്ട് അവിടെ തന്നെ പോയി കടന്നിക്കണം കേട്ടോ. ഇന്ന് ഭക്ഷണം പിന്നെ എന്താ വെച്ചിട്ടാ, ഞാനാകെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു 5 മണിക്ക് നീച്ച് ചായ കുടിച്ചിട്ട് ഞാൻ ബൂസ്റ്റാണ് ഉണ്ടാക്കിക്കണത്. എന്താ അറിയോ, ഒട്ടും എനിക്ക് ക്ഷീണം തന്നെ ആയിരുന്നു. ഇന്ന് നീക്കാൻ പറ്റില്ല. നീച്ചിട്ട് ഒരു 4 മണി 5 മണിക്കൊക്കെ നീച്ച് കടന്നിട്ടോ. പിന്നെ ഞാൻ 6 മണിക്കാണ് നീച്ചത് കേട്ടോ. അങ്ങനെയൊക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അതിൻ്റെ തലക്കൊന്ന് വെട്ടിക്കൊടുത്താൽ പിന്നെ ആർക്കും തെത്തോളും ഒക്കെ തന്നെ. നമുക്ക് ഈ കതിരിട്ടതൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഈ കട്ട് ചെയ്തതൊക്കെ ഇങ്ങോട്ട് ആദ്യം തീർക്കുമ്പോഴാണ് പുതിയ ഇലയായിട്ട് വരിക. അതൊക്കെ നല്ലോണം ഇങ്ങോട്ട് ചീരയുടെ തലപ്പൊക്കെ പൊയ്ക്കണേ, ഒക്കെ തിന്ന് കഴിഞ്ഞിക്കണേ. പച്ചം പുറാനെ മട കുറ്റി വന്നിക്കുന്നോ, മാമ തിന്നോളി. കാക്കക്കുള്ള ചോറൊക്കെ കന്തിക്കണു. ആ കഴിച്ചൂട്. ആരെ പറ്റി വിളിക്കണത്? കഴിക്ക് അതാ കഴിക്കണേ. അല്ല, എൻ്റെ ഒരു പങ്ക് മാറ്റി വെക്കണതാണ് അവർക്ക് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അവർ നേരെ വെളുത്താൽ വരും. ഇതൊക്കെ തന്നെയാണ് സെലൂൻ്റെ ഒരു സാമ്രാജ്യം. പൂച്ചകൾ, കോഴികൾ, കാക്കയല്ല, കോഴിയല്ല കേട്ടോ. കോഴി വളർത്താൻ സ്ഥലമില്ല, ആകെ 2.25 സെൻറ്റ്. അതിലെന്തൊക്കെ വളർത്തും പൊന്നു മക്കളെ, ചെടി തന്നെ. ഇത് മുറ്റാണ്, ആ മുറ്റത്താണ് കുറച്ച് സ്പേസ് ബാക്കിക്ക് എടുത്തുകൊണ്ടാണ് ഇത്ര സ്പേസ് ഇട്ടി. കാക്ക കുട്ടിക്ക് ചോറ് കൊടുക്കണില്ലേ? കുട്ടിക്ക് മാമ കൊടുക്കണ്ടേ? വെള്ളം കുടിക്ക്. എടാ എല്ലാവരും വിളിച്ച് കൂട്ടുകയാണ്. കാ അതിൽ മീനുണ്ടല്ലോ, കഴിച്ചൂടി. എൻ്റെ പൊന്നും കട്ട കഴിച്ചൂടിട്ടാ. കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കണ്ടേ? ചെറുപ്പത്തിലല്ലേ പാട്ട് പാടിയതല്ലേ. അതിൻ്റെ സഹപാഠികൾ വരുന്നില്ലേ വിളിച്ചിട്ട്? എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക, അതിനാണ് വിളിച്ചു പോകുന്നത്. എല്ലാവരും വരി, ഞാൻ ഇവിടെ ഉണ്ട്. ഓരോരുത്തരിപ്പോൾ വരും കേട്ടോ. ഒരാരും കാണാനില്ല, അതിനാണിപ്പോൾ ആ വിളിച്ചു പോകുന്നത്. ആ 2 കാലും അതിന്മേൽ കയറി ഇരുന്നിട്ടാണ് കഴിക്കണം കേട്ടോ ഭക്ഷണം. ചിലപ്പോൾ ഒരു കാലം അവിടെ വെച്ചിട്ട് ഒരു കാലം ഭക്ഷണം, ഒരു കാലം ഇപ്പം പാത്രം ഇളകണ്ടാച്ചിട്ടാണ്. ഇപ്പോൾ 2 എണ്ണം അതിന്മേൽ കയറി ഇരുന്നിട്ടാണ് എന്ന് പറയണത്. വെള്ളം കുടിക്കണ്ടില്ലേ? പുയ്യാപ്പിളൊക്കെ എവിടെ പോയി? പുയ്യാപ്പിള വിളിച്ച ആരും വരുന്നില്ല. കാക്കക്കിനെ കടന്ന് കാറുകയെന്നല്ലാതെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ, സീ യു. അസ്സലാമു അലൈക്കും.